ഉസ്താദുമാർക്ക് വീടുകൾ കൊടുക്കുന്ന ചെലവ് സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഒരുപാട് നാളായില്ലേ ഉസ്താദുമാരുടെ ചെലവിന്റെ ദിവസത്തെ വീഡിയോസ് ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ മാസത്തെ ഉസ്താദുമാരുടെ ചെലവിന്റെ വിശേഷങ്ങളാണ്. അതായത് നമ്മൾ സുബഹിയത്തെ ചായക്ക് പയർ നിറച്ചതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 5 നേരത്തെ ഫുഡാണ് കേട്ടോ കൊടുക്കാനുള്ളത്. പിന്നെ 10 മണിയത്തെ ചായ എന്ന് പറയുന്നത് ചെറുപയർ തേങ്ങ അരച്ചിട്ടുള്ള കറിയും പത്തിരിയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈയും ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ തട്ടുപാത്രത്തിൽ സെറ്റ് ചെയ്തിട്ട് കൊടുത്തു വിടുകയാണ്. ഇതിന്റെ കൂടെ ചായയും കൂടി കൊടുത്തു വിട്ടിട്ടുണ്ട്. ഉച്ചകത്തെ ഫുഡ് എന്ന് പറയുന്നത് ബീഫ് മന്തിയാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ബീഫ് മന്തി റെഡിയാക്കിയിട്ടുണ്ട്. അതിന്റെ കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാലഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈവനിങ്ങിന് ചായക്ക് വേണ്ടിയിട്ട് കാടമുട്ട അതേപോലെ ഒന്ന് മസാല ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ നൈറ്റ് നമ്മൾ മക്രോണി ആയിരുന്നു കേട്ടോ. ക്രീമി ആയിട്ടുള്ള നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ള അടിപൊളി ഒരു മക്രോണിയും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ടും ആയിരുന്നു കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അൽഹംദുലില്ലാ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ മാസത്തെ ഉസ്താദുമാരുടെ ചെലവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്യലെന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ കാണുമ്പോൾ അവർ സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ഉള്ളവർ മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ട് പബ്ലിസിറ്റി ചെയ്യും. അപ്പൊ 5 നേരമാണ് ഉസ്താദിന് കൊടുക്കുന്ന ഭക്ഷണം. ഇപ്പൊ നമ്മളെ നാട്ടുകളിലൊക്കെ ഇങ്ങനെയുള്ള സംവിധാനമുണ്ട്. അപ്പൊ എന്റെ വീട്ടില് മാസത്തിൽ ഒരു തവണ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത പള്ളിയിലെ ഉസ്താദുമാർക്ക് ഭക്ഷണം എന്ന നിലയിൽ, അതായത് 30 വീടുകൾ തിരഞ്ഞെടുക്കും. അതിൽ ഓരോ ദിവസവും ഓരോ വീടുകളാണ്. അപ്പോൾ അങ്ങനെ വീടുകൾ വരുമ്പോൾ ഒരു വീട്ടുകാർക്ക് മാസത്തിൽ ഒരു തവണ മാത്രം കൊടുത്താൽ മതി. അങ്ങനെയാണ് മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. അത് ഒരു ദിവസത്തെ 3 നേരം 4 നേരമുള്ള ഭക്ഷണമാണ്. ഇത് ഇവിടെ 5 നേരത്തുള്ള ഭക്ഷണമാണ്. അപ്പൊ ഭക്ഷണം കൊടുക്കുന്നതിന്റെ മഹിമയാണ് ഇവിടെ ഇതിൽ കാണിക്കുന്നത്. ഇവിടെ ഏറ്റവും നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊക്കെ ഒരു പൊങ്ങച്ചത്തിന് ചെയ്യുന്ന കാര്യമാണ്. ഇവിടെ ഇങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. ഇവർക്ക് അതിനുള്ള സാമ്പത്തികമായ ശേഷിയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഭക്ഷണം ഉണ്ടാക്കാനുള്ള എല്ലാ പ്രാവീണ്യം ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് കാണുന്നവരുണ്ടാവും. ഇപ്പോൾ മാസത്തിൽ ഒരു തവണ കൊടുക്കുന്ന ചെലവാണല്ലോ ഇത്. അപ്പൊ മറ്റുള്ള വീട്ടുകാർക്കും ഇതേ രീതിയിലുള്ള ഒരു ഇതുണ്ടായി ഒന്നുമില്ല. അപ്പൊ അവർക്കതിലൊരു അപകർഷതാ ബോധമുണ്ടാവും. കാരണം ഇവരുള്ള ഇങ്ങനെയുള്ള നല്ല നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള രീതിയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ എന്നുള്ളൊരു കുറ്റബോധം, എന്നുള്ളൊരു അപകർഷതാ ബോധം ആ പാവങ്ങൾക്ക് ഉണ്ടാവും. അതാണ് ഇതിന് ഏറ്റവും വലിയൊരു വെളിവെക്കാണ്. ഇവരിത് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇത് അപ്ലോഡ് ചെയ്ത് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഉസ്താദുമാർക്ക് ചെലവ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ആ ഭക്ഷണത്തിൽ നിന്ന് ഒരു വരുമാനം കൂടി ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ യൂട്യൂബില് മോണിറ്റൈസേഷനായ ഒരു യൂട്യൂബ് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊരു ഇൻകം കിട്ടുമല്ലോ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയാലും അതുപോലെ തന്നെ ഫേസ്ബുക്കൊക്കെ ആയാലും ഇവിടെ ഇവർക്ക് കൊടുക്കാനുള്ള, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഇത് കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു പ്രാവീണ്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇത് കൊടുക്കാൻ പറ്റാതെ എത്രയോ പേരുണ്ട്, പാവങ്ങളായവരുണ്ട്. അപ്പൊ മാസത്തിൽ ഒരു തവണ കൊടുക്കണം എന്നുള്ള ഒരു വ്യവസ്ഥയിൽ 30 വീടുകളിൽ 30 വ്യത്യസ്തമായ രീതിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കാം. അപ്പൊ ഈ അത്തരക്കാർക്ക് ഒരു കുറ്റബോധം, ഒരു അപകർഷതാബോധം, നമുക്കും ഇങ്ങനെയുള്ള കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ, നമ്മുടെ സാമ്പത്തികം അതിന് അനുവദിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇനിയിപ്പോ സാമ്പത്തികം ഉണ്ടായാലും അത്തരം ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഉണ്ടാക്കാനുള്ള പ്രാവീണ്യം ഇല്ലല്ലോ എന്നുള്ള ഒരു അപകർഷതാബോധം ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് നല്ലതാണെങ്കിലും ഇതുപോലെ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഇട്ടിട്ട് അത് പബ്ലിഷ് ചെയ്യാതിരിക്കുക. ഉസ്താദന്മാർക്ക് നല്ല നല്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് തെറ്റുന്നില്ല. അപ്പൊ ഭക്ഷണം ഏത് രീതിയിൽ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണം കൊടുക്കുന്ന ഒരു തെറ്റുമില്ല. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നല്ല കാര്യത്തോടൊപ്പം തന്നെ അതൊരു മോശമായ രീതിയിലേക്കും ആ സംഭവം ചെന്നുവിടാൻ പാടില്ല.